ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു അവതാരപ്പാട് എടുത്ത് വെക്കുക ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു വാക്യം കൊള്ളുള്ളൂ വെച്ചാൽ ഉറങ്ങി ചത്ത്. നമുക്ക് കണ്ടിരിക്കാൻ നല്ലൊരു ഫാന്റസി മൂവിയാണ്. നമുക്ക് കണ്ണടക്കാനേ തോന്നൂല്ല. 3D ഫിലിം അല്ലേ? 3D നല്ല അടിപൊളിയായിട്ട് നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം. ഫാമിലിയായിട്ട് കയറി കുട്ടികളുമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ പടം. വേറൊരു അറ്റ്മോസ്ഫിയറിലോട്ട് പോയതുപോലെ തോന്നിക്കോളാം. പിന്നെ എന്തൊരു അഭിനയം. കുഴപ്പമില്ല, സൂപ്പർ ഫിലിം. സൂപ്പർ നെക്സ്റ്റ് മൂവി നല്ല മൂവിയായിരുന്നു. കൊള്ളാം. സൂപ്പർ കൊള്ളാം കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല സിനിമ. കുഴപ്പമില്ലായിരുന്നു, കുറച്ചും കൂടി അല്പം ബോറിംഗ് ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. നല്ല സിനിമ. നല്ല പടം. നല്ല മൂവി, നല്ല മൂവി. കൊള്ളാം, സൂപ്പർ സിനിമ. വളരെ കുഴപ്പമൊന്നുമില്ല. 3D ഒക്കെ നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സംവിധാനം മോഹൻലാലിൻ്റെ നല്ല സൂപ്പർ അടിപൊളി സിനിമ. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. സൂപ്പർ കേട്ടോ, സൂപ്പർ. നല്ല പടം, നല്ല പടം, നല്ല പടം. സിനിമ ലാലേട്ടൻ്റെ പടം, ലാലേട്ടൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷ വരും. ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു അവതാരപ്പാട് എടുത്ത് വെക്കുക ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു വാക്യം കൊള്ളുള്ളൂ വെച്ചാൽ ഉറങ്ങി ചത്ത്. 20 മിനിറ്റ് കഴിയുമ്പോൾ തിയേറ്റർ മൊത്തം വിൻഡർ ഓഫ് സൈലൻസ് ആണ്. പിന്നെ പടം തീരുമ്പോഴാണ് അടിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂലാണ് ആശ്വാസമായിട്ട് കിട്ടിയ ഒരു നോവൽ ടൈമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3D കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ പടം വൈസ് നോക്കുമ്പോൾ വളരെ മോശമാണ്. പടം സൂപ്പറാന്ന് പറഞ്ഞാൽ അത്ര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പലരും പല അഭിപ്രായമാണ്. ഇതിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കും കുടുംബചിത്രമായിട്ട് തന്നെ കാണാം. അത്രയും എല്ലാവർക്കും നല്ല ഫീലാവും. നല്ലൊരു പടമാണ്. പിന്നെ 3D ഹൈ ക്വാളിറ്റിയാണ്. 3D ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും ഹൈ ക്വാളിറ്റിയിലാണ് 3D എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സ്കോർ എല്ലാം അടിപൊളിയാണ്. നല്ല സിനിമയായിരുന്നു. കുട്ടികളെ 3D കണ്ണാടി വെച്ച് കാണാനും നന്നായിട്ട് കുറച്ചും കൂടെ വിഷ്വൽ നന്നായിട്ട് കാണാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ നല്ലൊരു ഫാന്റസി മൂവിയാണ്. നമുക്ക് കണ്ണടക്കാനേ തോന്നൂല്ല. 3D ഫിലിം അല്ലേ? ഒരു മസ്റ്റ് 3D എക്സ്പീരിയൻസ് ആണ്, അത്രേ ഉള്ളൂ. നല്ല എഫക്റ്റായിട്ട് 3D എഫക്റ്റൊക്കെ അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്കും ഫാമിലി ഓഡിയൻസിനെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണ്. മേക്കിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് മനോഹരമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ മനോഹരമായ ഒരു പടമാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിഷ്വൽ ട്രീറ്റും 3Dയുടെ നമുക്ക് 3D നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു പടമാണ്. ഫാമിലിയായിട്ട് കയറി കുട്ടികളുമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ പടം. എല്ലാവരും അടിപൊളി, സൂപ്പറായിരുന്നു. സൂപ്പർ അഭിനയം മാത്രമല്ല, പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാണ്. നല്ല പടം, നല്ല രീതിയിൽ 3D എഫക്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. ഡയറക്ഷനൊക്കെ കൊള്ളാം, നല്ല സിനിമയാണ്. പുതിയൊരു തീം കണ്ടതുപോലെ വേറൊരു അറ്റ്മോസ്ഫിയറിലോട്ട് പോയതുപോലെ തോന്നി. കൊള്ളാം, കുട്ടികൾക്ക് കാണാം, കുഴപ്പമില്ല. കുറച്ച് സമയം. നല്ല പടം. നമ്മുടെ ലാൽ സാറിൻ്റെ ആദ്യത്തെ ഡയറക്ഷനാണ്. കൊള്ളാൻ, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. ഇത്രയും നല്ല കണ്ടതിൽ വെച്ച് നല്ല ഉഗ്രൻ സെറ്റും എല്ലാം ഉഗ്രനായിരുന്നു. വളരെ നന്നായി, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തൊരു അഭിനയം. നല്ല ഫിലിമായിരുന്നു. ഡയറക്ഷൻ നന്നായിരുന്നു. ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. അല്ല 3D നല്ല അടിപൊളിയായിട്ട് നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം. ഡയറക്ഷൻ സൂപ്പറാണ്, കിട്ടില്ല. അത് 3Dയിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 3D തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ലാലേട്ടൻ ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓവറോൾ എനിക്ക് സാറ്റിസ്ഫൈ ആയി. കുട്ടികൾക്കുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും കാണാം. നമുക്ക് ഹോളിവുഡ് റേഞ്ചിലൊക്കെ നമ്മൾ ഈ പടങ്ങൾ കണ്ടിട്ടുള്ളൂ. അതായത് ഇത്രയും വിഷ്വൽ എഫക്റ്റ് ആയിട്ട് മലയാളത്തിൽ അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. നന്നായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്ലോ ഉണ്ടെങ്കിൽ ആ പടത്തിന് അത്യാവശ്യമായിട്ടുള്ള സ്ലോയിലുള്ള പടമാണ്.